രാവിലെയായി ഇന്നെനിക്കെന്റെ ഗേൾഫ്രണ്ടിനൊക്കെ ട്രിപ്പ് പോകേണ്ടത്. എവിടെയോ പോകുന്നു, കുണു മനാലിയിലാ പോകുന്നത്. നല്ല രസമുണ്ടാവും. എന്റെ ഗേൾഫ്രണ്ടിനെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഇവിടുത്തെ കുറെ ലഗേജുണ്ട്. ഏത് വണ്ടി എടുത്ത് പോകും? ജേക്കനോട് പറഞ്ഞായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ തന്നെ. ജേക്കനെ എവിടെയോ ബിസിനസ് മീറ്റിങ്ങിന് പോയിട്ടേ. താറെടുക്കണ്ട. താറെടുത്തിട്ട് പിറ്റേസവാദി കൊണ്ടുവന്ന് ബൈക്ക് എടുത്തിട്ട് പോകാം. ലഗേജ് ബാഗിൽ കെട്ടിവെച്ചിട്ട് ലഗേജ് ബൈക്ക് തന്നെയാണ് നല്ലത്. ബൈക്ക് ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ RM5. അതെടുത്തിട്ട് പോകും. ഹലോ ഗ്രാനി, ജേക്കനാ ഗ്രാനി, ഗ്രാനി അല്ല ഗ്രാനി. അയ്യോ ജേക്കനാ ഗ്രാനി, അയ്യോ ഗ്രാനി. ഇങ്ങനെ ഒച്ചപ്പാടാക്കുന്നു. എന്റെ ബിസിനസ് മീറ്റിംഗ് പോലും അത് തടസ്സപ്പെടുത്തി. നീ എന്തെങ്കിലും ഒച്ചപ്പാടാക്കുന്നു? ജേക്കനാ ഗ്രാനി ഇവിടെ താഴെ എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നു പറയുന്നു. എനിക്ക് പേടിയാകും. ജേക്കനും താഴെ വരുമോ? എടാ നീ എന്തുവാ പറയുന്നത്? ഗ്രാനി താഴെയുണ്ടെന്ന്. ഗ്രാനി ഇവിടെ ഇല്ല. പിന്നെ നീ ഇങ്ങനെ പേടിക്കുന്നത്? എല്ലാ ജേക്കനും നമ്മൾ ഗസ്റ്റ് ഹൗസിൽ വണ്ടി പാർക്ക് ചെയ്യാൻ ശ്രദ്ധിച്ച് ഗ്രാനിയെ കണ്ടായിരുന്നു. ഗ്രാനി എന്നോട് പറഞ്ഞെ പിടിച്ചു കൊണ്ടുപോകുമെന്ന്. നീ എവിടെയാ ഗ്രാനിയെ കണ്ടത്? അയ്യോ മൂലക്ക്. ഇവിടെ ഗ്രാനിയും ഇല്ല, ലൊട്ടയും ഇല്ല. എനിക്ക് തോന്നിയതാടാ മണ്ട. എല്ലാ ജേക്കനും ഞാൻ കാര്യമായി കണ്ടായിരുന്നു. എന്നെ കൊണ്ടുപോകുന്നപ്പോൾ എനിക്ക് പേടിയാകുന്നു. നീ എന്തുവാണ് പേടിക്കുന്നത്? ഇവിടെ ഞാനില്ല, ജാക്കില്ല. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ഞാൻ പോയി ഒന്ന് ഉറങ്ങട്ടെ. എനിക്ക് നല്ല ടയേർഡാ ബിസിനസ് മീറ്റിംഗ് എന്ന് കഴിഞ്ഞ് വന്നത് കൊണ്ട്. നീ ട്രിപ്പ് പോയിട്ട് നമുക്ക് വന്നിട്ട് കാണാം. നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ജേക്കനെ ഞാൻ ട്രിപ്പ് പോട്ടെ. എനിക്ക് എന്നാലും പേടിയാകും. ഞാൻ കണ്ടത് സ്വപ്നമായിരിക്കുമോ? എല്ലാം ഉറക്കപ്പിച്ചായിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ ഗ്രാനിനെ ജേക്കനും കാണേണ്ടതാണല്ലോ. ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ പേടിച്ചു പോയി. ഗ്രാനിന്റെ ട്രിപ്പും പോലും ഗ്രാനിനെ കൊണ്ടുപോവുകയും ചെയ്യും. എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. സമാധാനം. വണ്ടി എടുത്ത് പോകട്ടെ. എവിടെ പോകാറാ ഷിൻചാനെ? നീ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ? എനിക്കിനി ഓടാനും പറ്റില്ല. ഞാൻ നിന്നോടൊരു മന്ത്രവാദം ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് ഓടാൻ പറ്റില്ല. നീ വേഗം ഇവിടെ മാഗ്നി വീണതായിരിക്കും. ഷിൻചാൻ അങ്ങനെ വീണു. ഇനി ഞാൻ ഇവനെ കൊണ്ടുപോയി ജാക്കിനോടെ സൂപ്പർ പവറുള്ള ബാഗിന് വേണ്ടി പൊരുതും. ഞാനാണ് ഗ്രാനി. എന്റെ വേനിൽ ഞാൻ അവനെ കയറ്റി ഇവിടുന്ന് വേഗം പോകാം. ജാക്കി ഉറങ്ങിയിരിക്കുന്ന റൂം എനിക്ക് ഇവനെ സുരക്ഷിതമായ സ്ഥലത്തെത്തിക്കണം. എന്നിട്ട് വേണം എനിക്ക് സൂപ്പർ പവറുള്ള ബാഗ് സ്വന്തമാക്കി ലോകം മൊത്തം കൺട്രോൾ ചെയ്യാൻ. എന്നോടാണ് ജാക്കിന്റെ കളി. ഗ്രാനിനോട് ഈ വേൾഡ് മൊത്തം എന്റെ കൺട്രോളായിരിക്കും. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോ ബിസിനസ് മീറ്റിങ്ങിന്റെ ടയേർഡെല്ലാം മാറിക്കിട്ട് രക്ഷപ്പെട്ടു. ഇനി ഷിൻചാനെ ഒന്ന് വിളിച്ചു നോക്കണം എവിടെ എത്തി. മിക്കവാറും കൊച്ചി കൊല്ലം എവിടെയെങ്കിലും എത്താനാണ് സാധ്യത. ഇത്ര വേഗം ഒന്ന് മനാലിയിലേക്ക് എത്തില്ലാലോ. ഒന്ന് വിളിച്ചു നോക്കാം. ഷിൻചാന്റെ നമ്പർ ഒന്ന് ഡയലി ചെയ്ത് എടുക്കുന്നില്ലല്ലോ. ഷിൻചാൻ തിരക്കായിരിക്കും, റേഞ്ച് പോയിട്ടായിരിക്കും. 2-3 പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ഇവന്റെ നിയർ ബൈ ലൊക്കേഷനും കാണിക്കുന്നില്ല. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. വണ്ടിയൊന്ന് നോക്കുമ്പോ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ. അവൻ വണ്ടിയും എടുത്തിട്ടില്ല. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. അത് പറഞ്ഞതുപോലെ ഗ്രാനിയായിട്ടും വന്നായിരുന്നു. അത് അവൻ ഉറക്കിപ്പിച്ച് കണ്ടതായിരിക്കും. ഞാനത് സീരിയസ് ആക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ ഡോഗിയാണ്. പിന്നെ ഡോഗിനോട് ചോദിച്ചു നോക്കാം. ഈ നമ്മളെ ഷിൻചാൻ പോകുന്നത് കണ്ടായിരുന്നു? ഡോഗി നമ്മളെ ഷിൻചാൻ പോകുന്നത് കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ കണ്ടായിരുന്നില്ല. ഇവിടെ ഒരു വാൻ വന്ന് പോകുന്നത് കണ്ടായിരുന്നു. ഷിൻചാനേട്ടൻ പോകുന്നത് കണ്ടില്ല. അതെന്തൊരു വാൻ? ഞാൻ ഇവിടെ നിന്ന് ബുക്കൊന്നും ചെയ്തില്ല. ഒന്ന് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം. എന്നാ ഷിൻചാൻ പറയുന്നത് കാര്യമാണ് തരും. ബാബു, ഈ ഷിൻചാൻ പോകുന്നത് കണ്ടായിരുന്നു? എന്നാ ഓക്കെ ഡോഗി, നീ ഇവിടെ ഇരുന്നു. ഈ ഡോഗിനെ ഒന്ന് നോക്കണേ. ഞാനൊന്ന് മുകളിൽ പോയി ക്യാമറ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്നാ സംഭവം എന്നാൽ മാത്രമേ എനിക്ക് തിരിയൂ. ക്യാമറയുടെ രീതിത്തിന് മോണിറ്ററിലൊന്ന് ഓണാക്കി നോക്കട്ടെ എന്താ സംഭവം എന്ന്. ഞാനാണ് ഗ്രാനി. ഈ ഷിൻചാനെ മാക്കി കാട്ടി സൂപ്പർ പവർ ബാഗ് ഷിൻചാനെ കൊണ്ടുവന്ന് എനിക്ക് കൊണ്ടുതരും രാജു. ഇല്ലെങ്കിൽ ജാക്കിനെ കൊണ്ട് എനിക്ക് കൊണ്ടുവന്നിരുന്നായിരിക്കും. ഷിൻചാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഗ്രാനി തന്നെ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി അവനെ തട്ടിക്കൊണ്ടുപോയത് മിക്കവാറും സൂപ്പർ പവർ ബാഗിന് വേണ്ടി തന്നെയായിരിക്കും. ബാബു പരമാവധി സേഫായിട്ടുള്ള സ്ഥലത്ത് തന്നെ സൂപ്പർ പവർ ബാഗ് വെക്കണം. ഇല്ലെങ്കിൽ അത് ആദ്യം വന്ന് ഗ്രാനിയെ തട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കും സൂപ്പർ പവർ ബാഗ് ഉള്ളത്. ഹലോ ഗ്രാനി, നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് വേണ്ടത് സൂപ്പർ പവർ ബാഗാണ്. നീ പോലീസിനെ വിളിച്ചറിയിക്കാൻ നോക്കിയാൽ നിന്റെ വീട്ടിലെല്ലാ വണ്ടിയും ബ്ലാസ്റ്റ് ആയത് കണ്ടു. അതേപോലെ നിന്റെ വീടും ഷിൻചാനും എല്ലാം ബ്ലാസ്റ്റ് ആയിരിക്കും. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് വേഗം തന്നെ പോകട്ടെ. ഷിൻചാനെ കണ്ടുപിടിക്കാൻ. വണ്ടി എടുത്ത് പോകും നടക്കില്ല. എല്ലാ വണ്ടിയിലും അവൻ ട്രാക്കറും ബോംബും സെറ്റാക്കി വെച്ചിരിക്കുന്നു. മിക്കവാറും അവന് ഹെലികോപ്റ്ററിൽ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഏറ്റവും വീടിന്റെ ഉയർന്ന സ്ഥലത്തായതുകൊണ്ട് അവനക്ക് അവിടെ കയറാൻ പറ്റില്ല. മിക്കവാറും ഷിൻചാന്റെ ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ തന്നെ ഷിൻചാൻ ഉണ്ടായാലും സാധ്യത കാണുന്നുണ്ട്. ഇവിടുന്ന് എനിക്ക് അങ്ങ് പോകാനാവില്ലല്ലോ. അവിടെ അവരിലോ കാണുന്നുണ്ട്. മിക്കവാറും അവിടെ ഷിൻചാനും ഗ്രാനിയെല്ലാം ഉണ്ടാകും. ഇവിടുന്ന് എങ്ങനെ പോകും? ഇവിടെ ഒരു വണ്ടിയും ഒന്നുമില്ലല്ലോ. ഇവിടെ ഒരു വണ്ടി കാണുന്നുണ്ട്. ഈ വണ്ടി എടുത്ത് പോയി മാത്രമേ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റൂ. ഇവിടുന്ന് ടെലസ്കോപ്പ് വണ്ടി എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെറുതെ ഒന്ന് നോക്കി നോക്കാം. എനിക്ക് തോന്നുന്നതാണ് ഷിൻചാൻ ഇവിടെയുണ്ട്. അതേപോലെ തന്നെ ഗ്രാനിയുടെ ഗ്യാങ്ങും. ഇവിടുന്ന് പോകാനൊരു വണ്ടി വേണമല്ലോ. ഞാനത് ബാബുവിനെ വിളിക്കട്ടെ.
ഹലോ ബാബു, നീ നമ്മുടെ സൂപ്പർ ബാഗ് അവിടെ തന്നെ സേഫ് ആക്കി വെച്ചിട്ടില്ലേ? ജെ.കെ. അതിനെ പേടിക്കുന്നതിനെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഗ്രാനിയെ കാണാൻ വന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ നീ അങ്ങനെ കഷ്ടപ്പെടുന്നല്ലോ, കേസിലെല്ലാം കണ്ടുപിടിച്ച് എന്നെ കാണാൻ വന്നോ ജാക്കെ? എനിക്ക് വേണ്ടത് സൂപ്പർ പവർ ബാഗാണ്. നീ എനിക്കിത് കൊണ്ടുത്തന്നാൽ നിന്നെ ഷിൻചാനെ തരാം. എനിക്കതിനകത്ത് എനിക്ക് കൊണ്ടുതരണം. എനിക്ക് എന്റെ ഷിൻചാൻ ഒരു പോറലുമേക്കാതെ തരണം. നീ എന്തിനാണ് ഷിൻചാൻ ഇങ്ങനെ ദ്രോഹിച്ചിരിക്കുന്നത്? ഞാൻ ഷിൻചാനെ ദ്രോഹിച്ചിട്ടൊന്നുമില്ല. എനിക്ക് വേണ്ടത് സൂപ്പർ പവർ ബാഗാണ്. അത് കിട്ടിയ ഈ ലോകം മൊത്തം ഞാൻ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നീ എന്റെ അടിമ മാത്രമായിരിക്കും. ഓക്കെ ഗ്രാനി, എനിക്ക് സൂപ്പർ പവർ ബോക്സ് ഞാൻ കൊണ്ടുതരാം. നീ മിക്കവാറും എന്റെ ഷിൻചാനെ വെറുതെ വിടണം. എനിക്കൊന്ന് ഷിൻചാനോട് സംസാരിച്ച് നോക്കണം. ഓക്കെ, നീ സംസാരിച്ചതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെങ്കിൽ എനിക്ക് സൂപ്പർ പവർ ബോക്സ് ഉറപ്പായിട്ട് എനിക്ക് എത്തിയേ പറ്റില്ല. നിന്റെ ഷിൻചാനൊക്കെ ഒന്ന് പറയുന്നതായിരിക്കും. ഷിൻചാനെ, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ പറഞ്ഞായിരുന്നില്ല ജയക്കൻ അവിടെ ഗ്രാനി എന്റെ ഗ്രാനി ജയക്കന്റെ തമാശയാക്കിട്ടില്ലേ. സോറിയുടെ അതെന്റെ മിസ്റ്റേക്ക്. അത് സീനില്ല. ഞാൻ ബോക്സ് കൊണ്ടുവെക്കില്ല, നീ പേടിക്കണ്ട. ഇത് കൊണ്ടു കൊടുക്കരുത് ജയക്കന്, ചത്താലും ഇത് കൊടുക്കരുത്. ആ ഗ്രാനി, ഞാൻ നിനക്ക് കൊണ്ടുവരാം. ഞാനൊന്ന് പോയിട്ട് വരട്ടെ ബോക്സ് എടുത്തിട്ട്. എന്നാൽ മാത്രമേ എനിക്കത് കൊണ്ടുതരാൻ പറ്റും. ഓക്കെ, നീ പോയിട്ട് വല്ലാതെ നീ എന്തെങ്കിലും തടിക്കടപ്പ് വഴി കളിച്ചാൽ എന്റെ ഷിൻചാനെ കൊന്നു പറയുന്നതായിരിക്കും. ഓ, ഷിൻചാൻ ഇവന്റെ ഇടയിൽ പെട്ടുപോയി. സൂപ്പർ പവർ ബോക്സ് കൊടുത്തില്ലെങ്കിൽ ഷിൻചാനെ കൊല്ലും. ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് ഇവനെ ലോങ് ഷേവിന് സ്കോപ്പ് ചെയ്ത് ഇവനെ കൊന്നിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിരിക്കും. ഗ്രാനിക്ക് അത്ര വലിയ സൂപ്പർ പവർ ഇപ്പം ഇല്ല. ഈ പവർ കൂടി കിട്ടിയാൽ മാത്രമേ ഗ്രാനിക്ക് ഓൾറെഡി ഉള്ള പവർ മൊത്തം കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഗ്രാനിയുടെ സഹായികളെ ഫസ്റ്റ് കൊല്ലാം. എന്ന് എനിക്ക് ഒരു കാര്യം പേടിക്കേണ്ട. ഓരോരാളെ ഷൂട്ട് ചെയ്ത് കൊടുത്തായിരിക്കും ബെറ്റർ. ഹെഡ് ഷൂട്ട് ചെയ്തിട്ട് തന്നെ കൊന്നാൽ അവർക്ക് അവരുടെ പവർ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരാളെ കൊന്നു, രണ്ടാമത്തെ രണ്ടാളത്തെയും കൊല്ലണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. ആരാണ് എന്റെ പരിയാളിനെ കൊല്ലുന്നത്? ആരെയും കൊല്ലു മിക്കവാറും ജാക്കായിരിക്കും. എന്താ ഗ്രാനി, നീ വിചാരിച്ചില്ലേ ഞാൻ ഇങ്ങനെ കൊല്ലുമെന്ന്? എന്നെ കൊല്ലാൻ പറ്റില്ല. ഞാൻ എന്റെ മന്ത്രശക്തി വെച്ച് ഞാൻ ഇവിടെ എസ്കേപ്പ് ആവും. നീ വിജയിച്ചു ഒരിക്കലും വിചാരിക്കുന്ന രണ്ടാമത് വരുന്നതായിരിക്കും നിന്നെ കൊല്ലാൻ. ഓക്കെ ഗ്രാനി. ഗ്രാനി എസ്കേപ്പ്. ഷിൻചാനെ വേഗം വാ. ഞാൻ പറയുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഗ്രാനി മിക്കവാറും രണ്ടാമതും വന്ന് ഇതേ പ്രശ്നം നിലനിർത്തുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് മന്ത്രവാദം ചെയ്ത് ഗ്രാനിയെ പുറത്ത് തന്നെ തലക്കാനിൽ എന്തെങ്കിലും ഒരു ശക്തി നമുക്ക് കണ്ടുപിടിക്കണം. ജയക്കൻ, എനിക്ക് ബൈക്കിൽ കയറാൻ പറ്റില്ല, എന്റെ കാല് ഗ്രാനി തല്ലി ഒടിച്ചു. അങ്ങനെയാണ് അവിടെ നിന്ന്. നീ നടന്നിട്ട് വാ. ഞാൻ ഹെലികോപ്റ്റർ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പോയി കയറി നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. ഇനി നമുക്ക് പ്രത്യേക മന്ത്രവാദ ശക്തികളെല്ലാം വെച്ച് ഗ്രാനിയെ പുറത്ത് തന്നെ തടഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ഞാൻ എന്നിട്ട് എനിക്കെന്തെങ്കിലും ഗ്രാനി വേറെ ചെയ്തായിരുന്നു? കാല് പൊട്ടിക്കല്ലാതെ എല്ലാം. ജയക്കന്റെ വേറെ ഏതും ചെയ്താലേ കാല് പോയി ഹോസ്പിറ്റലിലേക്ക് വേഗം വിടുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പറ. എന്നാൽ മാത്രം നമുക്ക് അടുത്ത ഗ്രാനി വന്നാൽ ഗ്രാനി ഞാൻ മന്ത്രവാദിനെ കൂടെ തടയാൻ പറ്റൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ഇടണേ. എന്നാൽ മാത്രമേ എന്നെ രക്ഷപ്പെടുത്തുന്ന ജയക്കണിന് എന്തെങ്കിലും കിട്ടൂ.